പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറയുന്ന ഒരു മാഗസീൻ ഹോളാണ്. ആദ്യമായിട്ട് കാണിക്കുന്നത് മാതൃഭൂമി അയച്ചപ്പതിപ്പാണ്. മാതൃഭൂമി അയച്ചപ്പതിപ്പ് ഓഗസ്റ്റ് 24, 2025 ഓഗസ്റ്റ് 24 മാതൃഭൂമി അയച്ചപ്പതിപ്പാണ്. കവർ സ്റ്റോറി എന്ന് പറയുന്നത് മിത്തും അധികാരവും, ഓണത്തിൻ്റെ ഒരു നൂറ്റാണ്ട്. അപ്പം അടുത്ത മാസം, അതായത് സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചയാണ് ഓണം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തെ പറ്റിയുള്ള ഒരു കവർ സ്റ്റോറിയാണെന്നുള്ളത്. മിത്തും അധികാരവും, ഓണത്തിൻ്റെ ഒരു നൂറ്റാണ്ട്. പക്ഷെ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രീക്ക് സ്റ്റാച്ചു പോലെ തോന്നുന്നു. അതായത് ഒരു ഗ്രീക്ക് സ്റ്റാച്ചു പോലത്തെ ഒരു കവറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ കവർ സ്റ്റോറി എന്ന് പറയുന്നത് ഓണത്തെ പറ്റിയാണ്. മിത്തും അധികാരവും, ഓണത്തിൻ്റെ ഒരു നൂറ്റാണ്ട്. അതിനുശേഷം 2 കഥകളുണ്ട്. അതിലൊന്ന് ഉണർച്ച, KP രാമനുണ്ണിയുടെ ഉണർച്ച. അതിനുശേഷം ഉദിരം, അംബികാസുധൻ മങ്ങാട് എഴുതുന്ന ഉദിരം എന്ന് പറയുന്ന കഥ. അതിനുശേഷം ഓർമ്മ, സുലോചന ഗാഡ്ഗിലിൻ്റെ ഓർമ്മയുണ്ട്. അതുപോലെ ഗാന്ധിയുടെ കൊച്ചുമക്കൾ എന്ന് പറഞ്ഞിട്ട് രാമചന്ദ്ര ഗുഹ എഴുതിയിരിക്കുന്നു. കവിത മാതൃപീഡ എന്ന് പറയുന്ന കവിത എഴുതിയിരിക്കുന്നു ബാലേന്ദ്രൻ ചുള്ളിക്കാട്. അതിനുശേഷം ഓണപ്പതിപ്പിൻ്റെ പരസ്യമുണ്ട്. ഓണപ്പതിപ്പ് അടുത്ത ആഴ്ചയാണ് ഓണപ്പതിപ്പ് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഓഗസ്റ്റിൽ അവസാനത്തെ ആഴ്ചയാണോ? 24. ഇനി ഒരു 24 കഴിഞ്ഞിട്ട് ഇനി എന്താ പറഞ്ഞാൽ അടുത്ത ആഴ്ചയാണ് ഓണം വരുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ ഓണപ്പതിപ്പിൻ്റെ പരസ്യം കൊടുത്തിരിക്കുന്നു. ഓണപ്പതിപ്പ് മാതൃഭൂമി. ആരാണിത്? മറ്റേ സംഗീതജ്ഞയായിട്ടുള്ളവരും പിന്നെ ഉർവശിയും, അഭിനയ തർപ്പണം ഉർവശി. ശ്രേയ ഘോഷൽ ഉർവശിയാണ് കവർ. രണ്ടും സ്ത്രീകളുടെ കവറാണ്. അതിനുശേഷം ഇതാണ് ഉള്ളടക്കം പേജ്. പിന്നെ വാതിൽ എന്ന് പറഞ്ഞ എഡിറ്റോറിയലുണ്ട്. സുഭാഷ് ചന്ദ്രനാണ് ആ എഡിറ്റോറിയൽ എഴുതുന്നത്. അപ്പോൾ അതേ വാതിൽ എന്നാണ് അവർ എഡിറ്റോറിയലിന് കൊടുത്തിരിക്കുന്ന, എന്താ പറയുന്നത്, ആ ഒരു പങ്ക്തിക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്, വാതിൽ. അപ്പോൾ ഇതാണ് ഉള്ളടക്കം പേജ്. അപ്പോൾ ഉള്ളടക്കം ഒന്ന് വായിക്കാം. ആൾറെഡി ഓണത്തിൻ്റെ സംസ്കാര ചരിത്രം, സ്വാതന്ത്ര്യവും അധികാരവും ഓണത്തിൻ്റെ ചരിത്രത്തിൽ എഴുതിയിട്ടുള്ളത് ഡോക്ടർ P. രഞ്ജിത്ത്. ഭൂതവും വർത്തമാനവും സ്ഥിരം പങ്ക്തിയാണ് രാമേന്ദ്ര ഗുഹയുടെ. ഈ ആഴ്ചത്തെ തലക്കെട്ട് ഗാന്ധിയുടെ കൊച്ചുമക്കൾ. അതിനുശേഷം കവിത മാതൃപീഡ എഴുതുന്നത് ബാലേന്ദ്രൻ ചുള്ളിക്കാട്. അതിനുശേഷം കഥകൾ 2 കഥകളുണ്ട്. ഉണർച്ച എഴുതുന്നത് KP രാമനുണ്ണി. ഉദിരം എന്ന് പറയുന്ന കഥ എഴുതുന്നത് അംബികാസുധൻ മങ്ങാട്. ഈജിപ്റ്റ് യാത്ര സ്വർണ്ണ കൂമ്പാരങ്ങളും നിധിവേട്ടക്കാരും V. മുസഫർ അഹമ്മദ് എഴുതുന്നു. പക്ഷേ നോവൽ കോരപ്പാപ്പാനെ സ്തുതിയായിരിക്കട്ടെ TD രാമകൃഷ്ണൻ. അതായത് കോരപ്പാപ്പനെ സ്തുതിയായിരിക്കട്ടെ ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ സെക്കൻഡ് പാർട്ടായിട്ട് എന്താ പറയുക TD രാമകൃഷ്ണൻ എഴുതുന്ന നോവലാണ് കോരപ്പാപ്പനെ സ്തുതിയായിരിക്കട്ടെ. അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഇപ്പോൾ അച്ചടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, സീരിയലൈസ് ചെയ്ത്. അപ്പോൾ സീരിയൽ ചെയ്യുന്ന നോവൽസ് ഞാൻ വായിക്കാറില്ല, കാരണം അതിന് മുമ്പും അറിയാത്തതുകൊണ്ട്. ബാക്കിയുള്ള എന്തെങ്കിലും എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വായിക്കാറ്. സുലോചന ഗാഡ്ഗിലിൻ്റെ ഓർമ്മയുണ്ട്. മാനിഷിയുടെ മടക്കം എന്നാണ് തലക്കെട്ട്. കുശല രാജേന്ദ്രനാണ് എഴുതുന്നത്. പിന്നെ സ്ഥിരം പങ്ക്തികളായിട്ടുള്ള വായനക്കാർ എഴുതുന്നു വാക്ക് വിത്ത് കുട്ടേട്ടൻ. അക്ഷരം പ്രതി എഴുതുന്നത് KC നാരായണൻ. വെബിനിമേഷം എഴുതുന്നത് രാമോഹൻ പാലിയത്ത്. കൊണ്ടാട്ടം എഴുതുന്നത് സുനിൽ രാജ്. കൊണ്ടാട്ടം എന്ന് പറയുന്നത് ഒരു കോമിക് സ്ട്രിപ്പാണ്. മാതൃഭൂമി അയച്ചപ്പതിപ്പ് ഓഗസ്റ്റ് 24, 2025. അടുത്തത് ഇതിന് തൊട്ട് മുമ്പുള്ള ആഴ്ചയുടെ തൊട്ട് മുമ്പുള്ള മാതൃഭൂമിയാണ്, ഓഗസ്റ്റ് 10. അപ്പം ഇതിനെ ഈ ഇപ്പോൾ കാണിച്ച മാതൃഭൂമി എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ആഴ്ച അവിടെ ഇല്ലായിരുന്നു. അതിന് തൊട്ട് മുമ്പുള്ളത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു അതെടുത്തേക്കാന്ന് വിചാരിച്ചു. മാതൃഭൂമി അയച്ചപ്പതിപ്പാണ്. തോക്കല്ല വേണ്ടത് വാക്ക്. ദണ്ഡേവാഡയിൽ നിന്ന് സോണി സോറി പറ്റിയുള്ള ഒരു കവർ സ്റ്റോറിയാണ് മാതൃഭൂമിയിലെ ഓഗസ്റ്റ് 10 ഉള്ള ആഴ്ചയിലെ കവർ സ്റ്റോറി. സോണി സോറി. അതിനുശേഷം തനീസാക്കി കഥയും ജീവിതവും. പിന്നെ KV പ്രവീൺ എഴുതിയ കഥ, KV പ്രവീൺ എഴുതിയ കഥയുണ്ട്. ലോറൻസ് ഹോപ്പ് ഇന്ത്യയെ തൊട്ട കവിതകൾ. ലോറൻസ് ഹോപ്പ് എഴുതിയ കവിതകൾ ഇതാണ്. പിന്നെ കവിതകൾ റഫീഖ് അഹമ്മദും S. കലേഷും കവിതകൾ എഴുതുന്നു. ഇതാണ് ഓഗസ്റ്റ് 10, 2025 ഓഗസ്റ്റ് 10. ഉള്ളടക്കം ഇതാണ് ഉള്ളടക്കം പേജ്. ഉള്ളടക്കത്തിന് മുമ്പ് ഞാൻ നേരത്തെ കാണിച്ച പോലെ വാതിൽ എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രൻ്റെ എഡിറ്റോറിയലുണ്ട്. അതുകൂടാതെ ഇതാണ് ഉള്ളടക്കം പേജ് വായിക്കാം. അഭിമുഖം. സോണി സോറിയായിട്ട് അഭിമുഖമാണ് കേട്ടോ. അനൂപ് ദാസാണ് അഭിമുഖം കണ്ടക്ട് ചെയ്യുന്നത്. സോണി സോറിയാണ് അഭിമുഖം ചെയ്യുന്നത്. തോക്കുകൊണ്ടല്ല നാക്കുകൊണ്ട് സംസാരിക്കും എന്നാണ് ടൈറ്റിൽ. അത് അഭിമുഖമാണ്. അതിനുശേഷം തനീസാക്കിയുടെ എഴുത്തു ജീവിതം. ജൂനി
ചിറോ തനീസാക്കി. ചിറോ തനീസാക്കി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ പേരാണ്. തൃഷ്ണയുടെ എഴുത്തുവഴി ജൂനി ചിറോ തനീസാക്കി തൃഷ്ണയുടെ എഴുത്തുവഴികൾ എന്നാണ് തലക്കെട്ട്. എഴുതുന്നത് കെ കുഞ്ഞികൃഷ്ണൻ. അതിൽ കുരുമുളക് മണമേൽക്കുന്ന ഫറവോമാർ രണ്ടാം ഭാഗമാണ്. ഏതോ ഒരു കഴിഞ്ഞ ആഴ്ച ആർട്ടിക്കിളുടെ സെക്കൻഡ് പാർട്ടാണ് എഴുതി. മരിച്ചവർ ഉറങ്ങുന്നു മൂക്കിൽ കറുത്ത പൊന്നിൻ്റെ തരികളുമായി. മുസഫർ അഹമ്മദ് എഴുതുന്ന എന്താ പറയുന്നത് ഇതാണ് കുരുമുളക് ഈജിപ്തിനെ പറ്റി. എനിക്കൊന്ന് അതിനകത്ത് ഇപ്പം ഞാൻ കാണിച്ചതിലുണ്ടായിരുന്നു, സീരീസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്തിനെ പറ്റിയുള്ള എഴുത്താണ് ഇത്. ഈ ആഴ്ചത്തെ തലക്കെട്ട് മരിച്ചവർ ഉറങ്ങുന്നു മൂക്കിൽ കറുത്ത പൊന്നിൻ്റെ തരികളുമായി. എഴുതുന്നത് മുസഫർ അഹമ്മദ്. ഭൂതവും വർത്തമാനവും രാമേന്ദ്ര ഗുഹയുടെ സ്ഥിരം പങ്ക്തിയാണ്. ഈ ആഴ്ചത്തെ തലക്കെട്ട് കാശ്മീരികൾക്ക് നീതി ലഭിക്കാൻ. കഥ ലിബർട്ടി ലൈബ്രറിയിൽ ഒരു ശനിയാഴ്ച എന്നാണ് കഥയുടെ പേര്. KV പ്രവീണാണ് എഴുതുന്നത്. നോവൽ കോരപ്പാപ്പനെ സ്തുതിയായിരിക്കട്ടെ T രാമചന്ദ്രൻ. ബ്രിട്ടീഷ് കവിയുടെ മലബാർ വേരുകൾ. ഫറോക്കിനെ കവിതയാക്കിയ ലോറൻസ് ഹോപ്പ്. മധുസൂദൻ B ആണ് അത് എഴുതുന്നത്, ആ ആർട്ടിക്കിൾ എഴുതുന്നത്. അടുത്ത കവിതകളാണ് കാടകം. റഫീഖ് അഹമ്മദിൻ്റെ കവിതയാണ്. ആയത്തിലായത്തിൽ ആടുന്നവൾ എന്നത് S കലേഷിൻ്റെ കവിതയാണ്. ലോറൻസ് ഹോപ്പിൻ്റെ 3 കവിതകൾ. മൊഴിമാറ്റം മധുസൂദൻ ബി ട്രാൻസ്ലേറ്റ് ചെയ്ത ലോറൻസ് ഹോപ്പ് എന്ന് പറയുന്ന കവിയുടെ 3 കവിതകൾ. പിന്നെ സ്ഥിരം പങ്ക്തികളായിട്ടുള്ള വായനക്കാർ എഴുതുന്നു. ദക്ഷിണയായനം എഴുതുന്നത് അബ്ദുൽ കലാം ആസാദാണ്. പിന്നെ പുസ്തകക്കുറിപ്പുകൾ വാക്കുവിത്ത് കുട്ടേട്ടൻ, അക്ഷരം പ്രതി, വെബിനിവേശം, കൊണ്ടാട്ടം. ഇത്രയാണ് സ്ഥിരം പങ്ക്തികളാണ്. അപ്പോൾ അതാണ് ഓഗസ്റ്റ് 10 2025 ഓഗസ്റ്റ് 10 മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. അടുത്തത് ഭാഷാഭൂഷണിയാണ് ഓഗസ്റ്റിലെ. അപ്പോൾ ഓഗസ്റ്റിലെ ഭാഷാഭൂഷണിയാണിത്. കവർ സ്റ്റോറി വന്നിട്ട് നാസ്തി കാലത്തോട് മുഖാമുഖം, നാസിസത്തെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളാണ്. നെരൂദയുടെ വീട്ടിൽ, അതാണ് മറ്റൊരു ആർട്ടിക്കിൾ. പട്ടത്തുവിള ജന്മശതാബ്ദി. പട്ടത്തുവിള എന്ന് പറയുന്ന ആളെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ. ഈ 3 കവറായിട്ട് കൊടുത്തിട്ടുള്ളത്. നാസിസമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഭാഷാഭൂഷണി ആഗസ്റ്റ് ഭാഷാഭൂഷണി. ഉള്ളടക്കം പേജ് കാണിക്കുകയാണ്. ഇതാണ് ഉള്ളടക്കം പേജ്. ഈ ഭാഷാഭൂഷണിയിൽ ഉള്ളടക്കത്തിനകത്ത് എല്ലാം വേർതിരിച്ച് കൊടുത്തിരിക്കും. ഓരോന്നും പല സ്ഥലങ്ങളിലായിരിക്കും, പക്ഷേ കൃത്യമായിട്ട് അവർ വേർതിരിച്ച് കൊടുത്തിരിക്കും. കവിത, ലേഖനം, കവത എന്നൊക്കെ പറയും. അപ്പോൾ ആദ്യമായിട്ട് ലേഖനങ്ങളാണ്. ഡക്കാവ് ചരിത്രത്തിൻ്റെ തേങ്ങലുകൾ, B ജയേന്ദ്രൻ എഴുതിയതാണ്. നെരൂദ ഇവിടെ ജീവിച്ചിരിക്കുന്നു, മിത്ര സതീഷ് എഴുതുന്ന ലേഖനം. തീരക്കടൽ അവകാശം ചരിത്രവും വർത്തമാനം എഴുതുന്നത് M ഷൈറജ്. കഥയുടെ സുവർണ വിളകൾ എഴുതുന്നത് T ജയകൃഷ്ണൻ. അത് 3 ലേഖനങ്ങളാണ്. അതിനുശേഷം കവിതകളുടെ പേരുകൾ വായിക്കുകയാണ്. കവിത ജയിച്ചവരും തോറ്റവരും എഴുതുന്നത് സച്ചിദാനന്ദൻ. നിർണയം എഴുതുന്നത് S ജോസഫ്. 3 കവിതകൾ അമ്മു ദീപ. കാറ്റോട്ടം എഴുതുന്നത് ജെനി ആൻഡ്രൂസ്. വേഗം PM ഗോവിന്ദനുണ്ണി. ചന്തക്കാറി എഴുതുന്നത് NS സുമേഷ് കൃഷ്ണൻ. കുപ്പായം എഴുതുന്നത് മനോജ് മനയിൽ. കരുണ അക്ബർ എന്ന് പറയുന്ന വ്യക്തിയാണ് കരുണ എന്ന കവിത എഴുതുന്നു. അതിനുശേഷം ദിവ്യയൻ അടുക്കള സമരം. കഥ മീനിൽ നിന്ന് ഊരിയെടുത്ത കടൽ എഴുതുന്നത് V ജയദേവ്. കാപ്പി പൂക്കുന്ന നേരം എഴുതുന്നത് സുരേഷ് പെരിശ്ശേരി. പിന്നെ ഒരു നാടകമുണ്ട്. നാടകത്തിൻ്റെ പേര് പൂതപ്രബന്ധം. പൂതപ്രബന്ധം എഴുതുന്നത് കരുണാകരൻ. പിന്നെ സ്ഥിരം പങ്ക്തികളായിട്ടുള്ള പ്രതികരണങ്ങൾ, പുസ്തകലോകം, പഴമയിൽ നിന്ന് സ്നേഹപൂർവ്വം. ഇത്രയും സ്ഥിരം പങ്ക്തികൾ 4. ഭാഷാഭൂഷണി ഓഗസ്റ്റ് 2025. അടുത്തത് കലാകൗമുദിയാണ്. കലാകൗമുദി ശരിക്കും ജൂലൈ 27 തൊട്ട് ഓഗസ്റ്റ് 3 വരെയുള്ള കലാകൗമുദിയാണ്. അതായത് ജൂലൈ 27 തൊട്ട് ഓഗസ്റ്റ് 3 വരെ, അതായത് പഴയ കലാകൗമുദിയാണ്. പക്ഷേ ഞാൻ VSൻ്റെ ഫോട്ടോ കവർ കണ്ടുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ VS നിര്യാതനായല്ലോ, അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ അറിയാലോ എന്ന് വിചാരിച്ച് ഞാൻ കവർ കണ്ടിട്ട് എടുത്തതാണ്. അവിടെ ഉണ്ടായിരുന്നുണ്ട്. എന്നും തിര 1923 ജനിച്ച് 2025 നമ്മളുടെ VS മരിക്കുന്നത്. 1923 ജനനം. ഒരാലിംഗനത്തിൽ, ഒരു ചിരിയിൽ, ഒരു മൂളലിൽ രാഷ്ട്രീയ പ്രകമ്പനങ്ങളുണ്ടാക്കിയ VS ബക്കറ്റിലായാലും തിരയടങ്ങാത്ത നൂറ്റാണ്ടിൻ്റെ ആഴമുള്ള കടലാണെന്ന് സ്വയം തെളിയിച്ചു. അത്രയും അതേ ഒരു ബ്ലർബ് പോലെ ഇരിക്കുന്നു. VSൻ്റെ ചിരി എഴുതുന്നത് B ജയചന്ദ്രൻ. പിന്നെ ഒരു ഫോട്ടോ ഫീച്ചർ. VSൻ്റെ ചിരി എന്നുള്ളത് ഒരു ഫോട്ടോ ഫീച്ചറാണ്. അത് B ജയചന്ദ്രനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് കവർ.
കലാകൗമുദി ജൂലൈ 27 തൊട്ട് ഓഗസ്റ്റ് 3 വരെയുള്ള ഇത്. വി എസിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് എന്താണെന്നൊന്നും ഫോട്ടോ ഫീച്ചറാണല്ലോ. അപ്പോൾ വി എസിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കും. വി എസ് രാവിലെ നടക്കാൻ പോകുന്നതും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ വി എസിൻ്റെ. അപ്പം ഇതാണ് ഉള്ളടക്കം പേജ്. ഇപ്പോൾ വി എസിൻ്റെ ഒരുപാട് വി എസിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ എല്ലാം ബി എസിനെ പറ്റിയുള്ള ഫുൾ എൻ്റയർ എന്താ പറയുക ഇഷ്യൂ ഈ ബി എസിനെ പറ്റിയാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം ഞാൻ നിരത്തി വായിക്കാം. എല്ലാ ആർട്ടിക്കിളാന്ന് തോന്നുന്നു. വി എസിൻ്റെ ഒരുപാട് ഫോട്ടോകളൊക്കെ കൊടുത്തിരിക്കുന്നു. വി എസിൻ്റെ ഫോട്ടോ ഫോട്ടോ ഫീച്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വി എസിനെ പറ്റിയുള്ള സ്പെഷ്യൽ ഇഷ്യൂ ആണ്. എല്ലാ ആർട്ടിക്കിളും വി എസിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ ഈ ആർട്ടിക്കിളുടെ എല്ലാം പേര് വായിക്കാം. എന്നിട്ട് അടിയിൽ അവർ എഴുതിയിരിക്കുന്നു പരമ്പര സ്ഥിരം പങ്ക്തി അടുത്ത ലക്കം തുടരുന്നു. അതായത് ഈ ലക്കത്തിൽ എന്താ പറയുക സ്ഥിരം പങ്ക്തികളൊന്നും തന്നെ ഇല്ല. പകരം എല്ലാം വി എസിനെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. അപ്പോൾ ഓരോരോ ആർട്ടിക്കിളായിട്ട് വായിക്കാം. ആദ്യത്തത് ജയചന്ദ്രൻ്റെ ഫോട്ടോ ഫീച്ചർ വി എസിൻ്റെ ചിരി. അതായത് വി എസിൻ്റെ ചിരി എന്നാണ് ഫോട്ടോ ഫീച്ചറിൻ്റെ പേര്. രാഷ്ട്രീയ ഈട് എഴുതുന്നത് പിണറായി വിജയൻ. പിണറായി വിജയൻ്റെ ഒരു ആർട്ടിക്കിളുണ്ട്. രാഷ്ട്രീയ ഈട്. ഒരേ ഒരു പോംവഴി വി എസിൻ്റെ വഴി ജി സുധാകരൻ എഴുതും. ജനകീയ ആസൂത്രണ വഴിയിലെ സഖാവ് ഡോക്ടർ തോമസ് ഐസക്. തിരയടങ്ങാത്ത കടൽ എസ് ജഗദീഷ് ബാബു. മുറിവേറ്റിട്ടും പോരാട്ടം ബി വി പവനൻ. നൂറ്റാണ്ടിലൊന്ന് എം ബി സന്തോഷ്. പ്രസ്ഥാനമായ പ്രതിഭാസം എൻ എം പിയേഴ്സൺ. നൂറ്റാണ്ടാഴമുള്ള തിരയടങ്ങാ കടൽ പി സുരേഷ് ബാബു. പി കൃഷ്ണപിള്ള കണ്ടെത്തിയ വി എസ് എഴുതിയത് സി അനൂപ്. പ്രിയപ്പെട്ട വി എസ് അറിയാൻ എഴുതുന്നത് എൻ വി പുഷ്പരാജൻ. പുന്നപ്രയ്ക്ക് ശേഷം പുനർജന്മം എഴുതുന്നത് പാലോട് ദിവാകരൻ. പെരുവിരലിൽ പെരുകിയ പ്രസംഗ രഹസ്യം എഴുതുന്നത് പി എം ബിനുകുമാർ. എറണാകുളത്തെ വെട്ടിനിരത്തൽ എഴുതുന്നത് ശ്രീകുമാർ മനയിൽ. ആ കുട എന്നാണ് ഒരു ആർട്ടിക്കിളുടെ പേര്. എഴുതുന്നത് കലവൂർ രവികുമാർ. മധുരിക്കും ഓർമ്മകൾ എഴുതുന്നത് വിമൽ മിനർവ. സുഗുണ എന്നൊരു വിളി ജി സുഗുണൻ ആണ് അത് എഴുതുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള വി എസിനെ പറ്റിയുള്ള ഓർമ്മയായിരിക്കും. അച്യുതാനന്ദനായ കഥ കെ വി സുധാകരനാണ് അത് എഴുതുന്നത്. വി എസിൻ്റെ സ്വന്തം ശൂരനാട് എഴുതുന്നത് സേഫ് ചക്കുള്ളി. അപ്പോൾ ഇത്രയും എല്ലാം ഈ ഇഷ്യൂ മൊത്തം വി എസിനെ പറ്റിയാണ്. എല്ലാ ആർട്ടിക്കിളും എല്ലാം മറ്റുള്ള എന്ന് വെച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ മറ്റ് പ്രഗത്ഭരായ ആൾക്കാരാണ് പല ആർട്ടിക്കിളുകൾ എഴുതിയിരിക്കുന്നത്. വി എസിനെ പറ്റിയുള്ള ഓർമ്മയാണ്. വി എസ് ഇഷ്യൂ ആണ് കംപ്ലീറ്റ്. കലാകൗമുദി ജൂലൈ 27 തൊട്ട് ഓഗസ്റ്റ് 3 വരെ. അപ്പോൾ അതൊരു റെഫറൻസ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് കലാകൗമുദിയുടെ മറ്റൊരു ഇഷ്യൂ ആണ് ജൂലൈ 20 തൊട്ട് 27. അതായത് ഇപ്പം ഞാൻ കാണിച്ചതിനേക്കാളും പുറയിലുള്ള ഇഷ്യൂ ആണ്, പഴയ ഇഷ്യൂ ആണ്. അവിടെ കണ്ടുകൊണ്ടെടുത്തതാണ്. മാനത്ത് നോക്കി കാൽ കഴയ്ക്കുന്ന ഇന്ത്യ. 4 പതിറ്റാണ്ട് മുമ്പ് രാകേഷ് ശർമ്മയെ റഷ്യയിൽ നിന്നും ഇപ്പോൾ 600 കോടി മുടക്കി ശുഭാംശു ശുക്ലയെ US നിന്നും സ്പേസിൽ അയച്ച ഇന്ത്യക്ക് സ്വന്തം റോക്കറ്റിൽ ഇന്ത്യക്കാരനെ അയക്കാൻ ഇനിയും നീണ്ട കാത്തിരിപ്പ് വേണ്ടി വരുന്നത് എന്തുകൊണ്ട്? സ്പേസ് ടൂറിസവും ഗോളാനന്തര യാത്രകളും മത്സരമാകുമ്പോൾ ഇന്ത്യ എവിടെ നിൽക്കുന്നു? പി സുരേഷ് ബാബു ആണ് ഈ കവർ സ്റ്റോറി എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലർബാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കവർ സ്റ്റോറിയുടെ പേര് മാനത്ത് നോക്കി കാൽ കഴിക്കുന്ന ഇന്ത്യ. അതായത് ഇന്ത്യക്ക് എന്തുകൊണ്ട് സ്പേസിലേക്ക് ആൾക്കാരെ സ്വന്തം നിലയിൽ വിടാൻ പറ്റുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് കലാകൗമുദിയുടെ ഉള്ളടക്കം പേജ്. ഉള്ളടക്കം ഒന്ന് വായിക്കുന്നതായിരിക്കും. ഇതാണ് ഉള്ളടക്കം. അപ്പോൾ ഒന്ന് പിച്ച് നടക്കുന്ന ഇന്ത്യൻ സ്വപ്നം പി സുരേഷ് ബാബു. അതാണ് കവർ സ്റ്റോറി. റാങ്ക് കുറഞ്ഞ കാരണം ഇഷ്ടമില്ലാത്തത് പഠിക്കണോ? ഡോക്ടർ വി അജയ്കുമാർ. ആദ്യ പോലീസ് സമരം നേരിടാൻ BSF. അത്രയാണ് ആർട്ടിക്കിൾ ടൈറ്റിൽ. എഴുതുന്നത് ജേക്കബ് പുന്നോസ്. CPM-ന്റെ ഹൈന്ദവ അടിത്തറ തകർക്കാൻ BJP എഴുതുന്നത് ശ്രീകുമാർ മനയിൽ. വെഡ്ഡി കുഷ്മാണ്ഡം പിറന്ന കഥ എഴുതുന്നത് പായിപ്ര രാധാകൃഷ്ണൻ. ഡോക്ടർ അകത്തുണ്ട് അല്പം പേടിയോടെ എഴുതുന്നത് ഡോക്ടർ KP പൗലോസ്. വിരൽത്തുമ്പിലെ ലോകം VG തമ്പി. വലിയ സിനിമയും ചെറിയ മനുഷ്യരും എഴുതുന്നത് PS പ്രദീപ്. കാലം മറന്ന കവി കോകിലകം C ചെല്ലപ്പൻ എഴുതുന്നത് PR ശ്രീകുമാർ. ജനകീയ ആസൂത്രണം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പഠിക്കാനുണ്ട് പലതും എഴുതുന്നത് ഡോക്ടർ EM തോമസ്. സുഗതപർവം സുഗതകുമാരിയുടെ ജീവിതം എഴുതുന്നത് സുഭാഷ് വലവൂർ. അതെ. ഇനി കവിതകളുടെ പേര് കൊടുത്തിട്ടില്ല. കവിതകൾ എഴുതിയ ആളുകളുടെ പേരുകൾ മാത്രമേ കൊടുത്തുള്ളൂ. അപ്പം ഞാൻ നിരത്തി ആളുകളുടെ പേരുകൾ മാത്രം വായിക്കാം. രജനി മാധവിക്കുട്ടി.
ഇതാണ് രജനി മാധവക്കുടിയുടെ ഫ്രണ്ട് കവറിൻ്റെ ബാക്കിലായിട്ടാണ് രജനി മാധവക്കുടിയുടെ കവിത കൊടുത്തിരിക്കുന്നത്. കവിതയുടെ പേര് തിരുനെല്ലി എന്നാണ്. അപ്പം അത് ബാക്കിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ. തിരുനെല്ലി. കവിത എഴുതിയിട്ടുള്ളത് രജനി മാധവിക്കുട്ടി. ബാക്കിയുള്ള ആൾക്കാരുടെ പേരുകൾ വായിക്കാണ്. TK സന്തോഷ് കുമാർ, KD ഷൈബു മുണ്ടയ്ക്കൽ, പത്മദാസ്, രേഖ രാജ്, ഡോക്ടർ V സുജാത, ഹേമ സ്വാതി, സുനീതി ദേവി, മോഹൻദാസ്, ഡോക്ടർ മാത്യു മറ്റം കാഞ്ഞിരപ്പള്ളി, ശ്രീകല മോഹൻദാസ്, ജിജി ജാസ്മിൻ V, മടവൂർ സുരേന്ദ്രൻ. അങ്ങനെ കുറേ ആൾക്കാർ എഴുതിയ കവിതകൾ ഇതിലൊക്കെ കഥ എന്ന് പറയുന്നത് കൊട്ടിയം അസീസ് എഴുതിയ ഒരു കഥയുണ്ട്. പിന്നെ ജോൺ സാമുവൽ എഴുതുന്ന നോവൽ, അത് സ്ഥിരം പങ്ക്തിയായിരിക്കും. സ്ഥിരം പങ്ക്തികൾ ഓരോന്നായിട്ട് വായിക്കണം. യാത്രാവിവരണം ഡോക്ടർ വള്ളിക്കാട് മോഹൻദാസ് എഴുതുന്ന യാത്രാവിവരണം. ധർമ്മപദം മങ്ങാട് ബാലചന്ദ്രൻ എഴുതുന്നു. സംഗീത മുകുളം രാധിക RB എഴുതുന്നു. ഇമേജ് ബുക്ക് ദത്തൻ പൊന്നൂർ. ഇത് ഇത്രയും സ്ഥിരം പങ്ക്തികളാണ്. അപ്പം ഇതാണ് ജൂലൈ 20 തൊട്ട് 27 വരെയുള്ള കലാകൗമുദി 2025. അടുത്തത് കേരള ശബ്ദം. ഞാനങ്ങനെ സ്ഥിരം വാങ്ങാത്തൊരു മാഗസീനാണ്. പക്ഷേ VSനെ പറ്റിയുള്ളതായതുകൊണ്ട് ഞാൻ അവിടെ കണ്ടുകൊണ്ട് എടുത്തതാണ്. VSൻ്റെ കവർ ആയതുകൊണ്ട്. അപ്പോൾ VSനെ പറ്റി അറിയാലോ. VS എങ്ങനെ VS ആയി, അതാണ് കവർ സ്റ്റോറി. പിന്നെ ബാക്കിയുള്ളത് സൂംബ ഡാൻസ്, എതിർപ്പിന് കാരണം അറിവില്ലായ്മ, എഴുതുന്നത് ജോസ്ഫിൻ ജോർജ്. അതുപോലെ 2009 തരൂരിന് നൽകിയത് പേയ്മെൻറ്റ് സീറ്റ്, അത് ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുകയാണ്. 2009 തരൂരിന് നൽകിയത് പേയ്മെൻറ്റ് സീറ്റ്. അടുത്ത് VSനെ മുസ്ലിം ബിരുദനാക്കാൻ ഗൂഢാലോചന നടന്നു, മാധ്യമ പ്രവർത്തകൻ MCA നാസർ എഴുതിയിരിക്കുകയാണ്. VSനെ മുസ്ലിം ബിരുദനാക്കാൻ ഗൂഢാലോചന നടന്നു. ഇതാണ് കേരള ശബ്ദം. ഓഗസ്റ്റ് 1 തൊട്ട് 15 വരെ. ഓഗസ്റ്റ് 1 തൊട്ട് 15 വരെയുള്ള കേരള ശബ്ദമാണ്. VSൻ്റെ കവർ കണ്ടുകൊണ്ട് ഞാൻ എടുത്തതാണ്. കാരണം VSനെ പറ്റിയുള്ള പഴയതാണെങ്കിലും തൊട്ട് പുറകിലുള്ളതാണെങ്കിലും നമ്മൾ വാങ്ങിയപ്പോൾ ഉള്ളതിൻ്റെ പഴയ എഡിഷൻ ആണെങ്കിലും ഇത് VSനെ പറ്റിയുള്ള ഒരു റെഫറൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആദ്യത്തത് പ്രസാദക കുറിപ്പാണ്. കേരളം നൽകിയ വികാര നിർഭരമായ യാത്രയയപ്പ്. അത് രണ്ടാമത്. ഇതാണ് സംഭവം. കേരള ശബ്ദത്തിൻ്റെ കേരളം നൽകിയ വികാര നിർഭരമായ യാത്രയയപ്പ് എന്നുള്ള എഡിറ്റോറിയലാണ്. അത് ഈ കവറിൻ്റെ ബാക്കിൽ തന്നെയാണ് എഡിറ്റോറിയൽ വരുന്നത്. അപ്പോൾ എഡിറ്റോറിയൽ കഴിഞ്ഞിട്ട് ഇതാണ് ഉള്ളടക്കം പേജ്. അപ്പോൾ ഉള്ളടക്കം പേജ് ഞാൻ കാണിക്കുകയാണ്. ഞാൻ ഒന്ന് വായിക്കുന്നതായിരിക്കും ഉള്ളടക്കം പേജിലുള്ളത്. VS എങ്ങനെ VS ആയി, അതാണ് ഒരു ആർട്ടിക്കിൾ. അടുത്തത് VS ഇങ്ങനെ ഒരു അത്യപൂർവ ജനുസ്, അതാണ് മറ്റൊരു ആർട്ടിക്കിൾ. VS മനുഷ്യസ്നേഹിയായ പോരാളി, എഴുതുന്നത് PC ജോർജ്. VS ചില ഓർമ്മകൾ, എഴുതുന്നത് അഡ്വക്കേറ്റ് N മോഹനൻ പിള്ള. VS ഒരു പ്രതിഭാസമായിരുന്നു, എഴുതുന്നത് വിഷ്ണുമംഗലം കുമാർ. VSനെ മുസ്ലിം ബിരുദനാക്കാൻ ഗൂഢാലോചന നടന്നു, അത് കവറിൽ കണ്ടത് നമ്മൾ. മാധ്യമ പ്രവർത്തകൻ MCA നാസർ. ഓർമ്മകളിലെ VS അഡ്വക്കേറ്റ് G സുഗുണൻ. ഒരു വിപ്ലവകാരിയുടെ ജീവിതം, സുരേഷ് വണ്ടന്നൂർ. 2009 തരൂരിന് നൽകിയത് പേയ്മെൻറ്റ് സീറ്റ്, അത് എഴുതുന്നത് ഡോക്ടർ M മനോഹരൻ പിള്ള. റവാഡ കണ്ണൂരിലെ സഹാക്കളുടെ നെഞ്ചകം കത്തുമ്പോൾ നടക്കുന്നത് എന്ത്, അതൊരു ആർട്ടിക്കിളിൻ്റെ പേരാണത്, എഴുതിയയാളുടെ പേര് കൊടുത്തിട്ടില്ല. നിമിഷപ്രിയ കേസും കേരളീയ സമൂഹവും, അതും മറ്റൊരു ആർട്ടിക്കിൾ. ധർമ്മസ്ഥല ലൈംഗിക വെളിപ്പെടുത്തലും പ്രത്യാഘാതങ്ങളും, അത് മറ്റൊരു ആർട്ടിക്കിൾ. താലിബാനെ വിശുദ്ധരാക്കി റഷ്യ തന്ത്രപ്രധാനമായ നീക്കത്തിന് പിന്നിൽ, എഴുതുന്നത് കല്ലമ്പലം അൻസാരി. കഥാപ്രസംഗ കലയുടെ പുത്തൻ പ്രതീക്ഷകൾ, അത് ഒരു സീരീസ് ആയിട്ട് വരുന്നതിൻ്റെ 1ാം ഭാഗമാണ് ഇതിനകത്ത് വരുന്നത്, എഴുതുന്നത് തൊടിയൂർ വസന്തകുമാരി. സൂംബ എതിർപ്പിനു പിന്നിൽ അറിവില്ലായ്മ, അത് എഴുതുന്നത് ജോസ്ഫിൻ ജോർജ്. നേരിന് നേരെ കാഴ്ചയെ ത്രസിപ്പിക്കുന്ന പെൺകാഴ്ചകൾ. പോലീസ് സ്റ്റോറി 38, സീരീസ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് പോലീസ് സ്റ്റോറി. അത് 38ാമത്തേതാണ് ഈ ഇഷ്യൂലുള്ളത്. അതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് കടലുണ്ടി ട്രെയിൻ ദുരന്തം, മറക്കാനാവാത്ത ഓർമ്മകൾ, എഴുതുന്നത് അഡ്വക്കേറ്റ് KM ആൻ്റണി SP, റിട്ടയർഡ് SP ആണ്. CCC കുളം കലക്കുന്നവർക്ക് മീൻ കിട്ടില്ല, അത് മറ്റൊരു ആർട്ടിക്കിളാണ്. കുളം കലക്കുന്നവർക്ക് മീൻ കിട്ടില്ല എന്ന് മറ്റൊരു ആർട്ടിക്കിൾ. ലാസ്റ്റ് പേജ്, അത് സ്ഥിരം പങ്ക്തിയായിരിക്കും മിക്കവാറും. GR സന്തോഷ് കുമാറാണ് അത് എഴുതുന്നത്. പിന്നെ മറ്റ് സ്ഥിരം പങ്ക്തികളായിട്ടുള്ള വീക്ക്ലി സ്ട്രൈക്ക്, പാർലമെൻറ്റ് സ്ട്രീറ്റ്, കത്തുകൾ, അത് 3 ഉണ്ട്. അപ്പോൾ കേരള ശബ്ദം ഓഗസ്റ്റ് 1 തൊട്ട് 15 വരെയുള്ള കേരള ശബ്ദം 2025. അടുത്തത് ലാസ്റ്റ് മാഗസീനാണ്. ഇത് എന്താ പറയുക, വണ്ടികളെ പറ്റിയുള്ള ഒരു മാസികയാണ്. ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയും. എനിക്ക് തോന്നുന്നു മലയാള മനോരമ വെക്കുന്ന വണ്ടികളെ പറ്റിയുള്ള ഒരു മാഗസീനാണ് ഫാസ്റ്റ് ട്രാക്ക്. അപ്പം ഈ വണ്ടി പ്രേമികളൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യൽ മാഗസീനാണ്. അതായത് നമ്മൾ ഈ സ്പെഷ്യൽ മാഗസീൻ എന്ന് പറഞ്ഞാൽ ഈ വണ്ടികളോട് താല്പര്യമുള്ളവർക്ക് മാത്രം
വാങ്ങുന്ന വായിക്കുന്നതാണ്. ഞാൻ കുറച്ച് ജനറൽ നോളജ് വല്ലതും കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ടപ്പോൾ എടുത്തതാണ്. എനിക്ക് വണ്ടികളെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. കിയ കാരൻസ് ക്ലാവിസ് EV 18 ലക്ഷത്തിന് 7 സീറ്റർ ഇലക്ട്രിക് MPV. അതാണ് ഒരു കവർ സ്റ്റോറി. രണ്ടാമത്തെ കവർ സ്റ്റോറി ടെസ്ല മോഡൽ Y, വില 59.68 ലക്ഷം, അതാണ് വില. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് റൈഡ് ടാറ്റ ഹാരിയർ EV, ടാറ്റ എയ്സ് പ്രോ EV ആൻഡ് ബൈഫ്യുവൽ, ബജാജ് ചേതക് 3001, ഹോണ്ട QC1, TVS അപ്പാച്ചെ RTR 310. ട്രാവലോഗ് അത് യാത്രാവർണ്ണം, തമിഴ്നാട്ടിലെ ചുവന്ന മരുഭൂമിയിലൂടെ, അത് യാത്രാവർണ്ണമാണ്. സ്പെഷ്യൽ ഈ ആഴ്ചത്തെ സ്പെഷ്യൽ, ഈ മാസത്തെ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ട് വാഹനവും തീപിടുത്തവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വാഹനത്തിൽ തീ പിടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്നാണ് ഒരു സ്പെഷ്യൽ ഫീച്ചറും ഉണ്ട്. മലയാള മനോരമയുടെ ഫാസ്റ്റ് ട്രാക്ക് ഓഗസ്റ്റ് 2025 ഫാസ്റ്റ് ട്രാക്കാണ്. മലയാള മനോരമയാണ് പ്രസിദ്ധീകരിക്കുന്നത് ഓഗസ്റ്റ് 2025. അപ്പം ഇതിനകത്ത് മൊത്തം വണ്ടികളുടെ പരസ്യമായിരിക്കും. സ്വാഭാവികമായിട്ട് വണ്ടിപ്രാന്തന്മാരുടെ ഇതായതുകൊണ്ട് പരസ്യങ്ങൾ കൂടാതെ ആർട്ടിക്കിൾ. ഇതാണ് ഉള്ളടക്കം പേജ്. ഇപ്പോൾ ഉള്ളടക്കം പേജ് നിരത്തി വായിക്കുകയാണ്. ഇതാണ് ഉള്ളടക്കം പേജ് നിരത്തി വായിക്കുന്നതായിരിക്കും. എഡിറ്റോറിയൽ ഇവിടെ ചെറിയ തോതിൽ എഡിറ്റോറിയൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ളത് ചെറിയ ബളർപ്പും ഉണ്ട്. പ്രിവ്യൂ കിയ കാരൻസ് ക്ലാവിസ് EV ഇലക്ട്രിക് വെഹിക്കിളാണ്. കിയയുടെ ഇലക്ട്രിക് MPV വില 17.99 ലക്ഷം രൂപ മുതൽ 24.49 ലക്ഷം രൂപ വരെ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള പ്രിവ്യൂ, അതായത് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ഇവർ പോയി അനാലിസിസ് നടത്തി എങ്ങനെയുണ്ട് വണ്ടി എന്നുള്ളതിൻ്റെ പ്രിവ്യൂ. അടുത്തതും ഒരു പ്രിവ്യൂ ആണ്. അത് ടെൽസ മോഡൽ Y. ടെൽസ എന്ന് പറഞ്ഞാൽ ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ മോഡൽ Y അതും ഇലക്ട്രിക് തന്നെയാണ്. ഇലോൺ മസ്കിൻ്റെ എല്ലാ കാറുകളും ഇലക്ട്രിക് കാറുകളാണ്. ടെൽസയുടെ എല്ലാ കാറും ഇലക്ട്രിക്കാണ്. ജനപ്രിയ ഇലക്ട്രിക് SUVകളിൽ ഒന്നായ മോഡൽ Yയുമായി ടെൽസയുടെ ഇന്ത്യൻ അരങ്ങേറ്റം. അപ്പോൾ ഇന്ത്യയിലേക്ക് ടെൽസ വരാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ കൊടുത്തിരിക്കുകയാണ്. പ്രിവ്യൂ മഹേന്ദ്ര 3XO റെവെക്സ് XUV 3XOയ്ക്ക് പുതിയ വേരിയൻറ്റുകൾ അവതരിപ്പിച്ച് മഹേന്ദ്ര. ടെസ്റ്റ് ഡ്രൈവ് ബജാജ് പൾസർ NS 400Z UG. പൾസർ നമുക്കറിയാം, അതിൻ്റെ 400Z UG. അപ്പോൾ പല എന്താ പറയുക, പൾസറിൻ്റെ തന്നെ പല വേർഷൻസ്. അതിനകത്ത് NS 400Z UG. കൂടുതൽ കരുത്തും നൂതന ഫീച്ചറും കുറഞ്ഞ വിലയുമായി പുതിയ NS 400C പൾസർ. അടുത്ത ടെസ്റ്റ് ഡ്രൈവുകൾ നടത്തുകയാണ്. അത് ടാറ്റ ഹാരിയർ EVയുടെ ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. ബജാജ് ചേതക് 3001ൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. അതുപോലെ ഹോണ്ട QC1ൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. പിന്നെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞു, വാഹനങ്ങൾക്ക് തീ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ മറ്റൊരു ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. ടാറ്റ എയ്സ് പ്രോയുടെ ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. പിന്നെ അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് TVS അപ്പാച്ചയുടെ ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. പിന്നെ കമ്പനി ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് JCB എന്ന് പറയുന്ന കമ്പനി, അതായത് നമ്മുടെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങളുണ്ടല്ലോ JCB എന്ന് പറയുന്ന കമ്പനിയുടെ പറ്റിയുള്ള എന്താ പറയുന്നത് കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ലോകമാകെ വഴിവെട്ടി സ്വന്തം സാമ്രാജ്യം വളർത്തിയ JCBയുടെ ചരിത്ര വഴികളിലൂടെ. അതിനുശേഷം അടുത്തത് 48ാമത്തെ പേജിലുള്ള മറ്റൊരു സ്പെഷ്യലും കൂടെ. ഞാൻ പറഞ്ഞു വാഹനങ്ങൾക്ക് തീ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു സ്പെഷ്യലുണ്ട്. അതുകൂടാതെ F1 മൂവിയെ പറ്റി ഒരു സ്പെഷ്യൽ. അതായത് F1 എന്ന് പറയുന്ന മൂവി ഇറങ്ങിയല്ലോ, മറ്റേ ബ്രാഡ് പിറ്റിൻ്റെ. അത് മറ്റേ F1 കാർ റേസിനെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഉണ്ട്. കാരണം സിനിമ എന്താ പറയുക, വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ട സിനിമയായിട്ട് അതിൻ്റെ റിവ്യൂ എടുത്തിരിക്കുന്നത്. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞിട്ടൊരു ഒരു പങ്ക്തിയുണ്ട്. അതിനകത്ത് മിയ ജോസഫിനെ പറ്റിയാണ്. സോഷ്യൽ മീഡിയയിൽ 7.5 ലക്ഷം ഫോളോവേഴ്സുള്ള ഒക്ടെയിൻ ഗേൾ മിയയുടെ വാഹന വിശേഷങ്ങൾ. ഒക്ടെയിൻ ഗേൾ എനിക്കറിയില്ല, ഞാൻ മിയ ജോസഫ് ആയിട്ട്. സോഷ്യൽ മീഡിയയിൽ 7.5 ലക്ഷം ഉണ്ട്. പക്ഷേ ആ 7.5 ലക്ഷത്തിൽ ഞാനില്ല, അതുകൊണ്ട് എനിക്ക് പരിചയമില്ല. മിയ ജോസഫ്. അപ്പം അവരെ എനിക്കൊന്ന് വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഇതായിരിക്കും, വണ്ടി ഓടിച്ച് ഫേമസ് ആയുള്ളതായിരിക്കും. അടുത്ത ട്രാവലോ കൊണ്ട് തെറിക്കാട് എന്ന് പറയുന്നത് അങ്ങോട്ട് പോയി യാത്രാ പറഞ്ഞതാണ്. തെറിക്കാട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്ന ഒരു മരുഭൂമിയോ ചുമന്ന മരുഭൂമി എന്ന് പറയുന്നത്. ഇതാണ് ഉള്ളടക്കം പേജ്. ഓഗസ്റ്റ് 2025 ഫാസ്റ്റ് ട്രാക്ക് മലയാള മനോരമയുടെ പ്രസിദ്ധീകരണം. അപ്പോൾ ഇത്രയും മാസികകളാണ് വാങ്ങിയത്. ഓഗസ്റ്റ് അവസാനത്തെ ആഴ്ച ആയില്ല, ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഓഗസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് ഓണം വരുന്നത് സെപ്റ്റംബറിൽ. അപ്പോൾ ഓണപ്പതിപ്പ് എന്തായാലും മാതൃഭൂമിയുടെ ഓണപ്പതിപ്പ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്രയാണ് നമ്മളുടെ വാങ്ങിയ മാഗസീനുകൾ. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും നന്ദി.